സേവന മേഖലയിൽ ചങ്ങനാശ്ശേരി അതിരൂപതാ സ്ഥാപനങ്ങൾ ഏറെ മുന്നിലെന്ന് ഗോവ ഗവർണർ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള. കേരളത്തിലെ രാഷ്ട്രീയ രംഗത്തിന്റെ മാറ്റങ്ങളിലൊന്നും അതിരൂപത അടിപതറിയില്ലെന്നും ശ്രീധരൻപിള്ള പറഞ്ഞു. ഇത്തിത്താനം സെന്റ് മേരീസ് പള്ളിയുടെ ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഗവർണർ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള. നേരത്തെ ബാബാദേവിയെ പറഞ്ഞതുപോലെ ഈ അല്ലെങ്കിൽ ബാബാദേവിയെ പറഞ്ഞ പരിപാടിയാണെന്ന് ഞാൻ വിളിച്ചാൽ എന്ത് അസുഖമുണ്ടെന്ന് പോകും. ഈ ചതയവുമാകുമ്പോൾ തന്നെയാണ് എനിക്കറിയാം. എനിക്ക് മാർപ്പാപ്പ തിരുമേനിയുടെ പേരിലൊരു സാധാരണ ഗൗരവമായി അവാർഡ് വന്നാൽ പാടില്ല, സ്പെഷ്യൽ പെർമിഷൻ കിട്ടിയത് പാടില്ല. അതും പണ്ട് കാണാൻ പോവുകയും അതിനെ സ്വീകരിക്കാൻ പറ്റുന്നത് ഡോക്ടർമാരുടെ നിബന്ധനകളാണ്. രാഷ്ട്രീയ പ്രത്യേക അനുമതി പ്രകാരം കോട്ടയത്ത് ഇറങ്ങി ചികിത്സയ്ക്കായിട്ടും അതിന്റെ അധ്യക്ഷസ്ഥാനം വഹിക്കാൻ സംബന്ധിച്ച ഭാരതീയ ഇന്ത്യൻ മിഷൻ ആത്മീയ രംഗങ്ങളിൽ എന്ന പോലെ സാമൂഹിക രംഗത്തും സെന്റ് മേരീസ് പള്ളി നൽകുന്ന സംഭാവനകൾ മഹനീയമാണെന്ന് ശ്രീധരൻപിള്ള പറഞ്ഞു. സമാപന സമ്മേളനത്തിൽ ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം അധ്യക്ഷനായിരുന്നു. ശതാബ്ദി സ്മാരക ഭവനങ്ങളുടെ താക്കോൽ കൈമാറ്റവും മുഖ്യപ്രഭാഷണവും പരിശുദ്ധ ബസോലിയസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ നിർവഹിച്ചു. മാവേലിക്കര മലങ്കര രൂപതാധ്യക്ഷൻ ഡോക്ടർ ജോഷുവ മാർ ഇഗ്നാത്യോസ് അനുഗ്രഹ പ്രഭാഷണം നടത്തി. കൊടിക്കുന്നിൽ സുരേഷ് MP, ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ്, കുറിച്ചി പഞ്ചായത്ത് പ്രസിഡന്റ് സുജാത സുശീലൻ, DRDO എയറോനോട്ടിക്കൽ സിസ്റ്റംസ് മുൻ ഡയറക്ടർ ജനറൽ ടെസി തോമസ്, SNDP യോഗം ചങ്ങനാശ്ശേരി താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ഗിരീഷ് കോനാട്ട്, ഇളങ്കാവ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് KG രാജ്മോഹൻ, വികാരി ഫാദർ ഫ്രാൻസിസ് പുല്ലുകാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. പള്ളിയിൽ ആഘോഷിച്ചു വന്ന പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജനന തിരുനാളിനും 8 നോയമ്പ് ആചരണത്തിനും ഞായറാഴ്ച കൊടിയിറങ്ങി. മലയാളിയുടെ ജീവിതവുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്ന ആഘോഷമാണ് തിരുവോണമെന്ന് മന്ത്രി P പ്രസാദ്. ഓണത്തെ വരവേൽക്കാതിരിക്കാൻ മലയാളിക്ക് കഴിയില്ലെന്നും മന്ത്രി പറഞ്ഞു. ആലപ്പുഴ കഞ്ഞിക്കുഴിയിൽ പുഷ്പോത്സവത്തിന്റെ ഭാഗമായുള്ള പൂക്കളുടെ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി P പ്രസാദ്. ഫാർമ സുനിലും ഭാര്യ റോഷ്നി സുനിലും വിശാലമായ 2.5 ഏക്കറിൽ നടത്തിയ പൂക്കൃഷിയുടെ വിളവെടുപ്പാണ് മന്ത്രി ഉദ്ഘാടനം ചെയ്തത്. ഓണം നമുക്ക് എല്ലാ അർത്ഥത്തിലും നമ്മുടെ ജീവിതവുമായി അത്രമേൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാഘോഷമാണ്. പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും ദുരിതങ്ങളും ദുരന്തങ്ങളും എല്ലാം ഉണ്ടെങ്കിലും നമുക്ക് ഓണത്തെ വരവേൽക്കാതിരിക്കാൻ പറ്റുകയില്ല. ഓണത്തിനെ വരവേൽക്കുന്ന അവസരത്തിൽ മലയാളിക്ക് ഗൃഹാതുരത്വത്തോടുകൂടി മലയാളി ചെയ്യുന്ന പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊന്ന് ഓണവുമായി ബന്ധപ്പെട്ടുള്ള പൂക്കളങ്ങളും മറ്റു പരിപാടികളെല്ലാമാണ്. ആഘോഷങ്ങളിൽ പൂവിനുള്ള സ്ഥാനം എല്ലായിടങ്ങളിലും ഉണ്ടാവാം. മലയാളിക്ക് അത് ഏറ്റവും പ്രത്യേകത നിറഞ്ഞൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ നിന്നുള്ള പൂവുകൾ ദോഷകരമല്ലാത്ത തരത്തിൽ കൃഷി ചെയ്ത് നമ്മുടെ ആളുകളുടെ കൈകളിലേക്ക് എത്തിക്കുന്നു എന്നുള്ള വലിയ പ്രത്യേകത ഇതിനുണ്ട്. നമ്മുടെ ഈ മണ്ണിൽ, ഈ ചെരി മണലിൽ മനോഹരമായ പൂക്കളെ വിരിയിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിലുള്ള അധ്വാനത്തെ ആരും കാണാതെ പോകരുത്. പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ഈ പൂന്തോട്ടത്തിൽ വന്നു നിന്ന് നമ്മൾ അല്ലാണ്ട് നമ്മുടെ കണ്ണിനും മനസ്സിനുമെല്ലാം വലിയ സന്തോഷമുണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിൽ കുറേയധികം ആളുകളുടെ അത്യധ്വാനമുണ്ട് എന്നും ആ അത്യധ്വാനം ചെയ്തിരിക്കുന്ന ആളുകളാണ് ശ്രീമതി റോഷ്നിയും ശ്രീ സുനിലും എന്നുള്ളതും നമ്മൾ മറന്നു പോകരുത്. ഒരുപാടിടങ്ങളിൽ പൂക്കൃഷിയുണ്ട് കേരളത്തിൽ. ആ പൂക്കൃഷിക്ക് എല്ലാ പിന്തുണയും പിൻബലവും കിട്ടുന്നുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത കാർത്തികേയൻ അധ്യക്ഷയായിരുന്നു. സ്ഥിരം സമിതി അധ്യക്ഷൻ B ബൈരഞ്ജിത്ത്, പഞ്ചായത്ത് അംഗം മിനി പവിത്രൻ, കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ സുജ ഈപ്പൻ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ SD അനില, സംഘാടക സമിതി കൺവീനർ അഡ്വക്കേറ്റ് രവികുമാർ, വെറൈറ്റി ഫാർമർ SP സുജിത് എന്നിവർ സംസാരിച്ചു. തിരുവോണ ദിവസം വരെ ഇവിടെ പുഷ്പോത്സവം ഉണ്ടായിരിക്കും. വരും ദിവസങ്ങളിൽ 10 രൂപ നിരക്കിലാണ് പ്രവേശനം. സെൽഫി, റീൽസ് എന്നിവ എടുക്കുവാനും ഫോട്ടോ ഷൂട്ടിങ്ങിനും പ്രത്യേക സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. മിതമായ നിരക്കിൽ പൂക്കളും ചെടികളും ഇവിടെ നിന്ന് വാങ്ങാൻ കഴിയുമെന്നും സംഘാടകർ അറിയിച്ചു. മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിക്കുമ്പോഴാണ് ജീവിതം അർത്ഥവത്താവുന്നതെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത നിയുക്ത മെത്രാപ്പൊലീത്ത മാർ തോമസ് തറയിൽ. ഒരാൾ അങ്ങനെ ജീവിക്കുമ്പോൾ അത് മനസ്സിന്റെ സംതൃപ്തിക്കും സമൂഹത്തിന്റെ വളർച്ചയ്ക്കും കാരണമാകുന്നുവെന്നും മാർ തോമസ് തറയിൽ പറഞ്ഞു. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് അതിൽ സംതൃപ്തി നേടുക എന്നതിന് മലയാളികൾ അധികം പ്രാധാന്യം നൽകുന്നില്ലെന്ന് മാർ തോമസ് തറയിൽ അഭിപ്രായപ്പെട്ടു.
കേരള ബോട്ട് റേസ് ലീഡേഴ്സ് ഫൗണ്ടേഷന്റെയും സെയിന്റ് ആന്റണീസ് സാധുജന സഹായ സംഘത്തിന്റെയും വാർഷികാഘോഷങ്ങളും ചാരിറ്റി ഫണ്ട് വിതരണവും കിടങ്ങറ സ്നേഹതീരം റീഹാബിലിറ്റേഷൻ സെന്ററിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു നിയുക്ത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ. നമുക്ക് വേണ്ടി മാത്രം നമ്മൾ ജീവിക്കുന്തോറും നമ്മുടെ മനസ്സിലെല്ലാം അസ്വസ്ഥതയാണ്. കാരണം തികയത്തില്ല, തൃപ്തിയില്ല, നമ്മളെക്കുറിച്ച് തന്നെ ഒരു സംതൃപ്തി ഇല്ലാത്ത അവസ്ഥയാണ്. അതേസമയം മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ സമയം കൊടുത്തു, കഴിവുകൾ നമ്മൾ വിനിയോഗിച്ചു, സമ്പത്ത് വിനിയോഗിച്ചു. അത് മനസ്സിൽ എന്നും നിറയുന്ന ഒരു കൃതജ്ഞതയാണ്. കാരണം അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക. നമ്മുടെ ഈ സമൂഹത്തിൽ വളർച്ചയുണ്ടാകണമെങ്കിലും നമ്മളെല്ലാവരും മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കണം, നമ്മളെക്കുറിച്ച് മാത്രം ചിന്തിക്കാതെ. മലയാളികൾ ഒരു പരിധി വിട്ട് വളരാത്തതിൻ്റെ ഒരു കാരണം അവർക്ക് അവരവരെ കുറിച്ച് സ്വപ്നങ്ങൾ കൂടുന്നു എന്നുള്ളത് കൊണ്ടാണെന്ന് പറയാറുണ്ട്. നമ്മളെല്ലാവരും എങ്ങനെയെങ്കിലുമൊക്കെ സുഖമായിട്ട് ജീവിക്കണം. നമുക്ക് കൂടുതൽ പണം കിട്ടിയാൽ നമ്മളിപ്പോൾ വീട് പൊളിച്ച് വലിയ മണിമാളിക പണിയും. പിന്നെയും പണം കിട്ടിയാൽ നമ്മൾ മതിൽ പൊളിച്ച് വലിയ പടിപ്പുര പണിയും. പിന്നെയും പണം കിട്ടിയാൽ പണിത വീടിൻ്റെ ഏതെങ്കിലും ഒരു മൂല പൊളിച്ച് പിന്നെയും നമ്മൾ പണിയും. ഇതല്ലാതെ ഇല്ലാത്തവരെ കുറിച്ച് അല്ലെങ്കിൽ കുറച്ചു പേർക്ക് തൊഴിൽ കൊടുക്കുന്ന പരിപാടികളെ കുറിച്ച്, മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതിനെ കുറിച്ച് സ്വപ്നം കാണുന്ന ഒരു സ്വഭാവം പൊതുവെ നമുക്കില്ലാതെ പോകുന്നുണ്ട്. അനാഥാലയങ്ങൾക്കുള്ള ചാരിറ്റി ഫണ്ട് വിതരണം ചടങ്ങിൽ മാർ തോമസ് തറയിൽ നിർവഹിച്ചു. കുട്ടനാട്ടിലെ പ്രമുഖരായ കർഷകരെയും വള്ളംകളിക്കാരെയും ഇതേ ചടങ്ങിൽ ബിഷപ്പ് ആദരിച്ചു. സമ്മേളനത്തിൽ ഫൗണ്ടേഷൻ ചെയർമാൻ CG തോമസ് കാച്ചാങ്കോടം അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ മുഖ്യപ്രഭാഷണവും ഭിന്നശേഷിക്കാർക്കുള്ള ചാരിറ്റി ഫണ്ട് വിതരണവും RC ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ റെജി ചെറിയാൻ നിർവഹിച്ചു. സെയിന്റ് ആന്റണീസ് സാധുജന സഹായ സംഘം രക്ഷാധികാരി ഫാദർ ഫ്രാൻസിസ് വടക്കേയറ്റം, സ്നേഹതീരം ഡയറക്ടർ ഫാദർ ജോമൻ കടപ്പറക്കുന്ന്, ഫൗണ്ടേഷൻ കൺവീനർ മോനിച്ചൻ പുത്തൻപറമ്പിൽ, ചീഫ് കോർഡിനേറ്റർ ഔസേപ്പച്ചൻ ചെറുകാട്, അന്താരാഷ്ട്ര സ്വിമ്മിംഗ് കോച്ച് KT മാത്യു കാച്ചാങ്കോടം തുടങ്ങിയവർ സംസാരിച്ചു. കേരള റോവിംഗ് ആൻഡ് പാഡ്ലിംഗ് ബോട്ട് ക്ലബ് അസോസിയേഷന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടികൾ. നാഷണൽ കെട്ടിട നിർമ്മാണ തൊഴിലാളി കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ ജനറൽ കൌൺസിൽ യോഗം ഞായറാഴ്ച ചേർന്നു. സംഘടനയിലെ അംഗങ്ങളുടെ മക്കൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണവും ഇതോടൊപ്പം നടത്തി. മുല്ലക്കൽ DCC ഓഫീസിൽ R. ശങ്കർ മെമ്മോറിയൽ ഹാളിൽ രാവിലെ 10 ചേർന്ന സമ്മേളനം KPCC ജനറൽ സെക്രട്ടറി മുൻ MLA A. ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളി ക്ഷേമ പദ്ധതികളും പ്രവർത്തനങ്ങളും എല്ലാ കാലഘട്ടത്തിലും ഓരോ ഗവൺമെന്റുകളും അവരുടെ നയസമീപനങ്ങളുടെ അടിസ്ഥാനത്തിൽ തൊഴിലാളികളുടെ അവകാശങ്ങളായി സ്ഥാപിച്ചിട്ടുള്ളത് ഇത് തമസ്കരിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. തൊഴിലാളികൾക്ക് പെൻഷൻ കൊടുക്കേണ്ടി വന്നാൽ, തൊഴിലാളികൾക്ക് അവരുടെ വിവിധ ആനുകൂല്യങ്ങൾ ക്ഷേമ പദ്ധതികളിൽ അവരുടെ അംശാദായം വാങ്ങി കൊടുക്കേണ്ടി വന്നാൽ, അതെല്ലാം ഇന്ന് ഒരു സർക്കാരിൻ്റെ തരത്തിലുള്ള നയസമീപനങ്ങളുടെ ഭാഗമായി അവർ തൊഴിലാളികൾ നടത്തിയ ഉജ്ജ്വലമായ സമര പോരാട്ടങ്ങളുടെ ഭാഗമായി അവർക്ക് അനുവദിച്ചു കൊടുത്ത അവകാശങ്ങളല്ല, അതെല്ലാം ഔദാര്യങ്ങളാണ് എന്ന് ഇന്നിപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുന്നിൽ പറയുന്ന തരത്തിലേക്ക് സർക്കാരുകൾ മാറിയിരിക്കുകയാണ്. യോഗത്തിൽ സംഘടനാ ജില്ലാ പ്രസിഡന്റ് D. പുരുഷോത്തമൻ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ജീവൻ കുമാർ നന്ദിയോട്, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ KR ലാൽജി, P. ഷാജീവ്, VB പ്രകാശൻ, മറ്റു ഭാരവാഹികളായ ടോമി പള്ളിപ്പാടൻ, സുധാമണി തുടങ്ങിയവർ സംസാരിച്ചു. SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ വാങ്ങിയ കുട്ടികൾക്കായിരുന്നു ക്യാഷ് അവാർഡുകൾ വിതരണം ചെയ്തത്. ക്യാബിന്റെ നേതൃത്വത്തിൽ ചങ്ങനാശ്ശേരി കത്തീഡ്രൽ പള്ളി ഓഡിറ്റോറിയത്തിൽ നടത്തിയ സംരംഭകത്വ പരിശീലന ശില്പശാല ശ്രദ്ധേയമായി. സംഘടനാ ഫൊറോന പ്രസിഡന്റ് സജി ഏലംകുന്നത്തിന്റെ അധ്യക്ഷതയിലായിരുന്നു ശില്പശാല. സംഘടന അതിരൂപത ഡയറക്ടർ ഫാദർ ജോർജ് മാന്തുരുത്തിൽ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. ആമസോണും ഒക്കെ വഴിയുള്ള ഓൺലൈൻ കോടികളാണ്. പക്ഷെ ആ പണം ഇവിടുന്ന് ഒഴുകിപ്പോവാണ്, അതിങ്ങോട്ട് വരുന്നില്ല അല്ലേ? ഒരു ദേശം വികസിക്കുന്നത് ആ പണം ആ പ്രദേശത്ത് റോള് ചെയ്യപ്പെടുമ്പോഴാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്നും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ നാട്ടിലുള്ള ഒരു പലചരക്ക് കട അല്ലെങ്കിൽ ഒരു ഹോട്ടൽ, നമ്മുടെ സ്വന്തം നാട്ടിലുള്ള അതിനെ നമ്മൾ വളർത്തേണ്ടത് ആ ദേശത്ത് വികസനം ഉണ്ടാകാൻ ആവശ്യമാണ്. ശില്പശാലയുടെ ഭാഗമായി വ്യവസായ അസിസ്റ്റന്റ് ഓഫീസർ അഭിലാഷ് വർമ്മ,
ബാങ്ക് ഓഫ് ഇന്ത്യ സീനിയർ മാനേജർ കെ റിജു എന്നിവർ ക്ലാസുകൾ നയിച്ചു. അതിരൂപത കോർഡിനേറ്റർമാരായ പ്രൊഫസർ ജോസഫ് ചിറ്റോ, ടോമിച്ചൻ അയ്യരുകുളങ്ങര, ലാലി ഇളപ്പുങ്കൽ, പിതൃവേദി അതിരൂപത സെക്രട്ടറി ജോഷി കൊല്ലാപുരം, കത്തീഡ്രൽ പള്ളി കൈക്കാരൻ ബിനോ പാറക്കടവിൽ, സംരംഭക സിന്ധു മുട്ടാർ എന്നിവർ സംസാരിച്ചു. ധൂർത്തിനെതിരെ എന്ന സന്ദേശമുയർത്തി നെടുമുടി സൗത്ത് ഗവൺമെന്റ് UP സ്കൂളിൽ കരുതൽ പദ്ധതിക്ക് തുടക്കം കുറിച്ചു. കുട്ടനാട് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ R ജയരാജ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. കയ്യിൽ കിട്ടുന്ന ചെറുതും വലുതുമായ പണം അനാവശ്യമായി ദൂർത്തടിച്ച് കളയാതെ തനിക്കും സമൂഹത്തിനും വേണ്ടി കരുതി വയ്ക്കാൻ വിദ്യാർത്ഥികളെ കുട്ടിക്കാലത്ത് തന്നെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കരുതൽ പദ്ധതി തുടക്കം കുറിച്ചിരിക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ ഭാവിയിൽ പിള്ളേരും വേറെ നമ്മുടെ കൈ നിൽക്കാത്ത ഒരു സാഹചര്യം ആവുകയും ചെയ്യും. അപ്പം ഈ ഒരു അവസരത്തിൽ വിദ്യാർത്ഥികളോടും രക്ഷകർത്താക്കളോടും എല്ലാം പറയാനുള്ളത് ഇങ്ങനെയുള്ള അത് എന്ത് പരാതി പറയാനാണ് വിളിച്ചറിയിക്കാൻ എക്സൈസിന്റെ കമ്പനികളും കാര്യങ്ങളൊക്കെ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്കൂളുകളിൽ എഴുതുന്നത് ആ വീട്ടിൽ താമസിയാതെ ട്രാൻസ്ഫർ പോസ്റ്റിംഗ് ആയതുകൊണ്ട് പുതിയ ആൾക്കാരായിരിക്കും പ്രധാനമായി കാണാൻ കഴിയും. അപ്പം അവര് നിങ്ങൾ സ്കൂളുമായിട്ട് എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ നമ്മളെ അറിയിക്കാം, നമ്മളെ നടപടികളെടുക്കും. അങ്ങനെയൊക്കെയുള്ള കുറച്ച് അധികം കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കുന്നതെന്ന് വെച്ചാൽ ഒരു നേറ്റീവ് ഹീറോയിസം എന്ന് പറയുന്ന ഒരു സംഭവം. അതായത് കുട്ടികൾക്കിടയിലാണ് നമ്മൾ കാണുന്നത്. അതായത് സ്കൂളിൽ അവരോട് അധികം ചെയ്യുന്ന വിദ്യാർത്ഥികളോട് നമുക്കൊരു സ്നേഹവും അവരുടെ കൂടെ അവരുടെ സർക്കിളിൽ അവരെ പരിധിയിൽ നിൽക്കാൻ സ്വാഭാവികമായിട്ടൊരു ടെൻഡൻസി ഉണ്ടാകും. സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും തടികൊണ്ട് നിർമ്മിച്ച പണപ്പെട്ടി ചടങ്ങിൽ വിതരണം ചെയ്തു. കുട്ടികളെ ലഹരിയിൽ നിന്ന് എങ്ങനെ അകറ്റി നിർത്താമെന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചിരുന്നു. പ്രതിവാര പ്രശ്നോത്തരിയിലെ വിജയികൾക്ക് ഇതേ ചടങ്ങിൽ സമ്മാനവും വിതരണം ചെയ്തു. യോഗത്തിൽ PTA പ്രസിഡന്റ് GR രണദവെ അധ്യക്ഷനായിരുന്നു. പ്രഥമാധ്യാപകൻ NG ദിനേഷ് കുമാർ, അധ്യാപകരായ ആനിമ്മ, എബി ആന്റണി, ജസ്റ്റിൻ VP, ദീപ K നായർ, ദീപ്തി BV, സോബിൻ എന്നിവർ സംസാരിച്ചു. അമ്പലപ്പുഴ തെക്ക് ഗ്രാമപഞ്ചായത്ത് ഹോമിയോ ഡിസ്പെൻസറിയുടെ നേതൃത്വത്തിൽ ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് നടത്തി. യോഗ പരിശീലനവും ഇതോടൊപ്പം സംഘടിപ്പിച്ചിരുന്നു. എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും നടത്തുന്ന ക്യാമ്പിന്റെ ഭാഗമായിട്ടായിരുന്നു അമ്പലപ്പുഴ തെക്കു പഞ്ചായത്തിലും മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. മുതിർന്ന പൗരന്മാരിലെ പ്രമേഹം, രക്തസമ്മർദ്ദം, വിളർച്ച, ഷുഗർ, ഹീമോഗ്ലോബിൻ എന്നിവയുടെ പരിശോധനയും ക്യാമ്പിൽ നടന്നു. രാവിലെ 9:30 ആമയുടെ ക്ഷീരോത്പാദക സഹകരണ സംഘം ഹാളിൽ നടന്ന ക്യാമ്പ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P രമേശൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, രോഗങ്ങൾ, അതിനെല്ലാം കുറിച്ചൊരു അവബോധം ഉണ്ടാവുകയും ആ രോഗത്തെ എങ്ങനെ നേരിടണം, പഠിക്കാനും ഇല്ലാതെ എങ്ങനെ ചികിത്സിക്കാനും എന്ന് ഉള്ളൊരു അറിവ് ലഭിക്കുന്നതിന് കൂടിയാണ് ഇപ്പോഴുള്ള ക്യാമ്പുകൾ നമ്മൾ നടത്തുന്നത്. അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്തിന് കീഴിലുള്ള 2 സ്ഥാപനങ്ങൾ, ഒന്ന് നമ്മുടെ ഹോമിയോ ആശുപത്രിയും മറ്റൊന്ന് ആയുർവേദ ആശുപത്രിയും വളരെ മെച്ചപ്പെട്ട രീതിയിലുള്ള പ്രവർത്തനമാണ് ഈ രംഗത്ത് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ അംഗീകാരത്തിന് കൂടി ഭാഗമായിട്ടുള്ള 2 ആശുപത്രികളാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഡോക്ടറുടെയും അനുബന്ധ ഉദ്യോഗസ്ഥരുടെയും പരിശ്രമ കാര്യങ്ങളുണ്ട്. തുടർന്നും ഇവരെല്ലാം മെച്ചപ്പെട്ട രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുകയും നമ്മൾ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ ഈ യോഗ ഉദ്ഘാടനം ചെയ്യാറുണ്ട് നടത്തുന്നു. ഉദ്ഘാടന യോഗത്തിൽ പഞ്ചായത്ത് അംഗം അപർണ സുരേഷ് ബാബു അധ്യക്ഷയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം R ജയരാജ്, പഞ്ചായത്ത് അംഗങ്ങളായ S ശ്രീലേഖ, വീണ ശ്രീകുമാർ, സെക്രട്ടറി രാജ്കുമാർ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സൂര്യ സുരേഷ് എന്നിവർ സംസാരിച്ചു. R ശങ്കർ മോഹൻ ക്യാമ്പിൽ യോഗ പരിശീലനം നൽകി. ഹരിതകർമ്മസേനയ്ക്ക് ഓണം ഉത്സവബത്ത നൽകി മുട്ടാർ ഗ്രാമപഞ്ചായത്ത്. ചെക്ക് വിതരണം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബോബൻ ജോസ് നിർവഹിച്ചു. യോഗത്തിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിനി ജോളി അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിബിമോൾ വർഗീസ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, പഞ്ചായത്ത് സെക്രട്ടറി ഭാമാദേവി, IRTC കോർഡിനേറ്റർ PV വേണുഗോപാൽ, CDS ചെയർപേഴ്സൺ ജയാസത്യൻ തുടങ്ങിയവർ സംസാരിച്ചു. JCI ഡയമണ്ട് ജൂബിലി വാരാഘോഷം സെപ്റ്റംബർ 9 മുതൽ 15 വരെ ആലപ്പുഴയിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വേമ്പനാട് ലേക്ക് സിറ്റി ചാപ്റ്ററിന്റെ നേതൃത്വത്തിലാണ് പരിപാടികൾ. JCI ഇന്ത്യ രൂപീകരിച്ചിട്ട് 75 വർഷങ്ങൾ പൂർത്തിയാവുകയാണ്.
ഓരോ വർഷവും JCI ഇന്ത്യ അതിൻ്റെ പബ്ലിക് റിലേഷൻസ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് സെപ്റ്റംബർ മാസം 9 മുതൽ 15 വരെ നീണ്ടു നിൽക്കുന്ന ഒരാഴ്ചക്കാലം വിവിധങ്ങളായ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. ഇപ്പോൾ JCI ഇന്ത്യയുടെ ആലപ്പുഴയിലെ ചാപ്റ്ററാണ് JCI ആലപ്പുഴ വേമ്പനാട് ലെക്ക് സിറ്റി. 7 ദിവസം നീണ്ടു നിൽക്കുന്ന വിവിധങ്ങളായ പരിപാടികളാണ് ഈ ഒരാഴ്ചക്കാലത്തേക്ക് ഞങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ ദിവസമായ സെപ്റ്റംബർ 9 ഡ്രോയിങ് ഫ്രം എക്സ്പീരിയൻസ് എന്നുള്ള ഒരു തലക്കെട്ടിൽ സീനിയേഴ്സിന് വേണ്ടിയുള്ള ഡേ ആണെന്ന്. സീനിയേഴ്സായിട്ടുള്ള പ്രവർത്തകരെ ആദരിക്കൽ, വൃദ്ധസദനങ്ങൾ സന്ദർശിച്ച് അവരുമായിട്ട് ഗോൾഡൻ മൊമെന്റ്സ്, ഞങ്ങൾ വിശ്വസിക്കുന്ന അവരാണ് ഏറ്റവും വലിയ എക്സ്പീരിയൻസിന്റെ കലവറ, അവരെ സന്ദർശിച്ച് അവരോടൊപ്പം സമയം ചെലവഴിക്കുക. അതുപോലെ തന്നെ കുട്ടികളെ കൊണ്ട് അവരുടെ ഗ്രാൻഡ് പേരൻസിന് ഒരു നന്ദി പ്രകടന കത്തുകൾ എഴുതിക്കുക. അതുപോലെ തന്നെ പഴയകാല പ്രവർത്തകരെയൊക്കെ സംഘടനയൊക്കെ തിരിച്ചറിയുകയും സീനിയേഴ്സിനെ ആദരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സെപ്റ്റംബർ 9 പരിപാടികൾ പ്രധാനമായി നടക്കുന്നത്. പിന്നെ സെപ്റ്റംബർ 10-ാം തീയതി 2-ാം ദിവസം ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ് എന്നുള്ളതാണ് അന്നത്തെ പ്രധാനമായിട്ടുള്ള മോട്ടോ. ലോകത്തിലെ 125 രാജ്യങ്ങളിലധികം പ്രവർത്തിച്ചു വരുന്ന ലോക യുവജന സംഘടനയുടെ ഭാഗമായ JCI ഇന്ത്യയുടെ ഡയമണ്ട് ജൂബിലി വാരാഘോഷമാണ് സെപ്റ്റംബർ 9 മുതൽ 15 വരെ വിവിധ പരിപാടികളോടെ ആലപ്പുഴയിൽ നടത്തുന്നത്. JCIയുടെ മുതിർന്ന പ്രവർത്തകരെ ആദരിക്കൽ, മെഡിക്കൽ ക്യാമ്പ്, യോഗ പരിശീലനം, യുവാക്കൾക്കായി സോഫ്റ്റ് ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾ, പൊതുജലാശയങ്ങൾ വൃത്തിയാക്കൽ, സ്കൂളുകൾ സന്ദർശിച്ച് മികച്ച വിദ്യാർത്ഥികൾക്ക് പ്രതിഭാ പുരസ്കാരം നൽകൽ, നൈപുണ്യ വികസന സെമിനാറുകൾ, തൊഴിൽ പരിശീലന പ്രോഗ്രാമുകൾ തുടങ്ങിയവ ഡയമണ്ട് ജൂബിലി വാരാഘോഷത്തിന്റെ ഭാഗമായി നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ പ്രിസ്റ്റി കുര്യാക്കോസ്, S ഗാഥ, V ഗോപകുമാർ, അമ്പിളി ഗോപകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. സെപ്റ്റംബർ 8 ലോക ഫിസിയോതെറാപ്പി ദിനം. ആശുപത്രികൾ കേന്ദ്രീകരിച്ച വിവിധ പരിപാടികൾ നടത്തിയായിരുന്നു ദിനാചരണം. ആരോഗ്യകരമായ ഭാവിക്കായി നടുവേദനയെ നേരിടുക എന്ന ആപ്തവാക്യവുമായിട്ടായിരുന്നു ഈ വർഷത്തെ ഫിസിയോതെറാപ്പി ദിനാചരണം. ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ നടത്തിയ ദിനാചരണ പരിപാടികൾ സൂപ്രണ്ട് ഡോക്ടർ R സന്ധ്യ ഉദ്ഘാടനം ചെയ്തു. ARMO ഡോക്ടർ CP പ്രിയദർശൻ അധ്യക്ഷനായിരുന്നു. ഫിസിയാട്രിസ്റ്റ് ഡോക്ടർ അരുൺ വിഷയാവതരണം നടത്തി. വിവിധതരം നടുവേദനകളെക്കുറിച്ചുള്ള ബോധവൽക്കരണത്തിനും ഫിസിയോതെറാപ്പി പരിശീലനത്തിനും ഫിസിയോതെറാപ്പിസ്റ്റ് പ്രശാന്ത് നേതൃത്വം നൽകി. നഴ്സിംഗ് സൂപ്രണ്ട് ദീപാറാണി, V അഞ്ജു, R സച്ചിൻ രാജ് തുടങ്ങിയവർ സംസാരിച്ചു. ആലപ്പുഴ കളർകോട് പ്രവർത്തിക്കുന്ന പവിത്രം പെയിന്റ്സിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടികൾ നടത്തി. പവിത്രോത്സവം 2024 എന്ന പേരിലായിരുന്നു പരിപാടി. കേരള ഫോക്ലോർ അക്കാദമി പുരസ്കാര ജേതാവ് പുന്നപ്ര ജ്യോതികുമാർ ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. വയനാടിൻ്റെ മക്കളെ ഓർത്തുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ പരിപാടി ആരംഭിക്കേണ്ടത്. വയനാടിലെ ഒഴുകിപ്പോയ പള്ളിക്കൂടത്തിൽ നിന്ന് ഒഴുകിപ്പോയ 33 കുഞ്ഞുങ്ങൾ, ഈ 33 കുഞ്ഞുങ്ങളെ തിങ്കളാഴ്ച ഞാൻ അഭിസംബോധന ചെയ്യേണ്ടതായിരുന്നു. വൈത്തേരിയിലും പിന്നെ എവിടെയാണ് വയനാട്ടിൽ തന്നെ കൽപ്പറ്റയിലും 3 സ്ഥലത്തായിട്ട് വിദ്യാരംഗ സാഹിത്യ ഉദ്ഘാടനം ചെയ്യാൻ എന്നെയാണ് വെച്ചിരുന്നത്. അപ്പോൾ സർക്കാരിൽ നിന്ന് എനിക്ക് ഓർഡർ ഇട്ട് എനിക്ക് ഒരാഴ്ചത്തെ അവധി തന്ന് ഞാൻ തിങ്കളാഴ്ച അവിടെ ചെല്ലണമായിരുന്നു. അവിടെ തലേദിവസം ചെന്ന് പാർക്കാമെന്നെങ്ങാനും ഞാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ ഞാനിന്നത് ഉദ്ഘാടനം ചെയ്യാനും വിളക്ക് കൊളുത്താനും ഉണ്ടാവില്ലായിരുന്നു. എൻ്റെ കൂട്ടുകാരൻ ഉണ്ണിമാഷാണ് വിളിച്ചത്. നിങ്ങൾ ഉണ്ണിമാഷിനെ കണ്ടു കാണും. സോഷ്യൽ മീഡിയയിൽ കരഞ്ഞു നടന്ന ഒരു അധ്യാപകൻ. എൻ്റെ പള്ളിക്കൂടം പോയി അല്ലേ, പഠിപ്പിക്കുക പോവുക, അതിൽ കൂടുതൽ സ്നേഹിക്കരുത് കുഞ്ഞുങ്ങളെ എന്ന് കരഞ്ഞു നടന്ന ഉണ്ണി അമ്പലപ്പുഴ ആമേടക്കാരനാണ്. ഞാൻ പറയുന്നത് ശരിയല്ല, ഞങ്ങളുടെ ജൂനിയറാണ്. ഞങ്ങൾ മലയാളം പഠിപ്പിച്ച് ഞങ്ങളുടെ ജൂനിയറായിട്ടാണ്. എൻ്റെ മലയാള സാഹിത്യ ചരിത്രം എന്ന പുസ്തകം ആണ് അവന് വീട്ടിൽ വാങ്ങാൻ നിർവാഹമില്ലാതെ വന്നപ്പോൾ അത് പഠിച്ച് അധ്യാപകനായി വയനാട്ടിലെ വെള്ളാറമല എന്ന് പറയുന്ന സ്കൂളിൽ ജോലി ചെയ്യാനായിരുന്നു ഉണ്ണി. പവിത്രം പെയിന്റ്സ് പ്രൊപ്രൈറ്റർ ശ്യാംകുമാറിന്റെ അധ്യക്ഷതയിലായിരുന്നു പരിപാടികൾ. വർഷങ്ങളായി സ്ഥാപനത്തിനു വേണ്ടി ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന സണ്ണിച്ചൻ ചമ്പക്കുളം, ശങ്കരൻകുട്ടി കളർകോട്, പുഷ്കരൻ സനാതനപുരം എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ കൂടുതൽ പർച്ചേസ് നടത്തിയവർക്ക് പ്രത്യേക പുരസ്കാരങ്ങൾ നൽകി. ചടങ്ങിൽ പങ്കെടുത്തവർക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും വിതരണം ചെയ്തു. പുളിങ്കുന്ന് സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ 8 നോമ്പ് ആചരണത്തിനും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ദർശന തിരുനാളിനും കൊടിയിറങ്ങി. തിരുക്കർമ്മങ്ങളിലും പ്രദക്ഷിണത്തിലും പങ്കെടുത്തത് നിരവധി വിശ്വാസികൾ. പുളിങ്കുന്ന് വലിയ പള്ളിയിൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജനന തിരുനാളിനോട് ചേർന്നാണ് മാതാവിന്റെ ദർശന തിരുനാൾ ആഘോഷിക്കുന്നത്. പ്രധാന തിരുനാൾ ദിനമായ സെപ്റ്റംബർ 8 ഞായറാഴ്ച രാവിലെ 6 വിശുദ്ധ കുർബാനയോടെ പള്ളിയിൽ കർമ്മങ്ങൾ ആരംഭിച്ചു. 8:45 സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന് പള്ളിയിൽ സ്വീകരണം നൽകി. 9:30 മാർ റാഫേൽ തട്ടിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു തിരുനാൾ കുർബാന. കുർബാനയ്ക്ക് ശേഷം പള്ളിക്ക് ചുറ്റും തിരുനാൾ പ്രദക്ഷിണം നടത്തി.
വൈകുന്നേരം 4:30 അർപ്പിച്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഈ വർഷത്തെ ദർശന തിരുനാളിന് കൊടിയിറങ്ങി. തിരുക്കർമ്മങ്ങളിലും തിരുനാൾ പ്രദക്ഷിണത്തിലും നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. വികാരി ഫാദർ ടോം പുത്തങ്കളം ശുശ്രൂഷകൾ ക്രമീകരിക്കുന്നതിന് നേതൃത്വം നൽകി. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണ നിരക്ക്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6680 രൂപ, പവന് 53,440 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.